ജിമ്മി, കുതന്ത്രമാണോ ഇതെല്ലാം? ഈ ടോംസിൻ്റെ ബോബനും മോളിയും കളിക്കകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊരു ക്യാരക്ടറുണ്ട്. ടോംസ് ആ ക്യാരക്ടറിനെ ഉണ്ടാക്കിയതിനെ കുറിച്ച് പറയുന്നത്, നാട്ടിൽ ഒരു പ്രമുഖൻ, സാധാരണ നാട്ടിലൊക്കെ പ്രമുഖന്മാർ പഞ്ചായത്ത് ഇലക്ഷന് മത്സരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു അലവലാതിയെ വിളിച്ച് കൗണ്ടർ കാൻഡിഡേറ്റ് നിർത്തും. ഇയാളെ അങ്ങ് നാണം കെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ ഈ നാട്ടിലെ പ്രമുഖ വ്യക്തിക്ക് ഈ അലവലാതിക്കെതിരെ മത്സരിക്കേണ്ടി വരും. ആ മത്സരം തന്നെ ഒരു നാണക്കേടാണ്. അവസാനം ജയിച്ചു കഴിഞ്ഞിട്ടും ടോംസിൻ്റെ നാട്ടിൽ ഈ തോറ്റയാളെ ജാഥയായിട്ട് കൊണ്ടുവരുന്ന ജനങ്ങളെല്ലാം പ്രകടനം നടത്തി. അതിൽ നിന്നാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന കോമഡി ക്യാരക്ടറിനെ കിട്ടുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ 2-3 പേരെ അടിക്കാൻ കുറേ ആളുകൾ, സിനിമയിലെ അണിയറയിൽ നിൽക്കുന്ന ആളുകൾ ഒരു വടി നോക്കുമ്പോൾ ഒരാളെ കിട്ടി. അയാൾ കൊണ്ട് കോടതിക്ക് കൊണ്ട് ഒരു കേസ് കൊടുക്കുകയാണ്. ആദ്യം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നു, രണ്ടാമത് കോടതി കൊണ്ട് കൊടുക്കുന്നു. ബഹു തമാശയാണ് ഈ പറയുന്ന പരാതിയിലെ ആരോപണങ്ങൾ. വെറുതെ 2 വരി പറയാം. ഈ നടി ശ്വേത മേനോൻ, ഐ എം ദ ഹോട്ടസ്റ്റ് ആൻഡ് സെക്സിയസ്റ്റ് വുമൺ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞു. കേസെടുക്കാനുള്ള കാരണമാണ് അതിന് ഇല്ല, ഇനിയും ചിരിക്കാനുണ്ട് കേട്ടോ. സ്വന്തം പ്രസവം ചിത്രീകരിച്ച് സിനിമയാക്കി ലക്ഷങ്ങൾ ഉണ്ടാക്കി. ലോക സിനിമയിൽ ഈ പ്രസവം ചിത്രീകരിച്ച ഒരുപാട് സിനിമകളുണ്ട്. ഇയാൾക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ വിവരം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ മഹത്തരമായ സിനിമ ചെയ്ത ബ്ലസ്സിയുടെ കളിമണ്ണെന്ന സിനിമയെക്കുറിച്ചാണ് ഈ മാന്യൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ രതി നിർവേദം, പാലേരി മാണിക്യം മുതലായ സിനിമകൾ വളരെ മോശം സിനിമയാണ്. പിന്നെ കാമസൂത്രയുടെ പരസ്യത്തിൽ ഒരു പുരുഷനോടൊപ്പം അഭിനയിച്ച് ഫോട്ടോകൾ ഇറക്കി സോഷ്യൽ മീഡിയയിൽ കാശുണ്ടാക്കി. ഈ പൊട്ടാന്ന് വിളിച്ചാൽ പോലും മോശമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള അയാൾക്ക് പൊട്ടന്മാർക്ക് നാണക്കേടായിരിക്കും. അതുപോലത്തെ ഒരു അബദ്ധ പഞ്ചാംഗം എഴുതി കൊണ്ടുവന്നിട്ട് കോടതി കൊടുക്കുക, അത് കൊണ്ടുവന്ന് പോലീസിൽ കൊടുക്കുക. എന്നിട്ട് ഈ കേസ് തള്ളിപ്പോവും, അതിന് സംശയമൊന്നുമില്ല. അതിന് നാണക്കേട് അയാൾക്കേ ഇരിക്കുകയുള്ളൂ. ഇതിൻ്റെ അണിയറയിൽ നിന്ന് കളിച്ചവർക്ക് ഒരു പ്രശ്നവുമില്ല. കുറേ കാലത്തേക്ക് പണ്ട് പരാതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയാമല്ലോ കുറേ കാലത്തേക്ക്. ഇതാണ് രണ്ടാമത്തെ തിരക്കഥ. ആദ്യത്തെ തിരക്കഥ എന്തായിരുന്നു? കുക്കു പരമേശ്വരനെതിരെ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിക്കുകയാണ്. 12 സ്ത്രീകൾ ഒരു മുറിയിൽ നിന്ന് സംസാരിച്ചത് കുക്കു പരമേശ്വരൻ റെക്കോർഡ് ചെയ്തു. അതിനുശേഷം കുക്കു പരമേശ്വരൻ ആ കാർഡ് എവിടെയോ രഹസ്യമായി പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. ഈ 2018 ശേഷം 19, 20, 21, 22, 23, 24, 25 7 വർഷം കഴിഞ്ഞു. ഈ 7 വർഷത്തിനിടയ്ക്ക് അമ്മയിൽ പലതവണ മത്സരങ്ങൾ നടന്നു. കുക്കു പരമേശ്വരൻ തന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ മത്സരിച്ചു. ഇപ്പോൾ കുക്കു പരമേശ്വരനെതിരെ പറയുന്നവർ കുക്കു പരമേശ്വരന് ജയ് വിളിച്ചു. അപ്പോഴൊന്നും ഇല്ലാതിരുന്ന ഒരു കാര്യം ഇപ്പോൾ എടുത്തുന്നയിക്കുന്നത്, അതും തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ അറിയാമെന്നേ. പക്ഷേ ഒരു വിഷയം ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിക്ക് പിന്മാറേണ്ടി വന്നു. ആ സ്ഥാനാർത്ഥി പിന്മാറിയതോടുകൂടി അദ്ദേഹത്തിന് നാണക്കേടുണ്ടായി കാണണം. അപ്പോൾ പിന്നെ വാടകയ്ക്ക് ആളെ ഇറക്കുക. നേരത്തെ ടോംസിൻ്റെ നാട്ടിൽ ഒരു മനുഷ്യനെ പഞ്ചായത്ത് പ്രസിഡന്റ് മത്സരത്തിന് ഇറക്കിയതുപോലെ ഇറക്കുക, അങ്ങ് അലമ്പാക്കുക. അത് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഒരു വിഷയം. പക്ഷേ ഗൗരവമുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, അമ്മ എന്ന സംഘടനയുടെ അടിവേരിളകും എന്ന് തോന്നിയത് ഒരു സ്ത്രീക്കെതിരായ ഒരു പീഡനം നടക്കുമ്പോൾ ആ സംഭവത്തിൽ അമ്മ ഗൗരവത്തോടെ ഇടപെട്ടില്ല എന്ന് പറഞ്ഞ് 2018 ഈ വിഷയം തുടങ്ങുന്നത്. അതിനുശേഷം പല തവണയായി പല പ്രാവശ്യം ഈ വിഷയം ഉന്നയിക്കപ്പെട്ടിട്ടും മറ്റു പല നടിമാർക്കും ഈ പരാതി ഉണ്ടായിട്ടും അതൊന്നും അമ്മ ഗൗരവത്തോടുകൂടി എടുത്തില്ല എന്ന വിമർശനം ഉണ്ടാവുകയും നാട്ടുകാർ മുഴുവൻ അമ്മയുടെ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അപ്പോഴെന്താണ് ചെയ്തത്? അപ്പോൾ ഈ പ്രധാനപ്പെട്ട ആളെല്ലാം പറയാണ്, ഞങ്ങളില്ല, നിങ്ങളായിക്കോ. ഈ കേരളത്തിലെ സിനിമാ നടീനടന്മാരുടെ ഒരു സംഘടനയെ എല്ലാവരും ചേർന്ന് ഞങ്ങളില്ല, ഇനി നിങ്ങൾ ഞങ്ങൾക്കറിയാണല്ലോ ഇത്ര ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്, ഇനിയിപ്പോൾ നിങ്ങളങ്ങ് ചെയ്തോ എന്ന് പറഞ്ഞ് ഒഴിവാവുകയാണ്. അത് പ്രധാനപ്പെട്ട നടീനടന്മാർ മാത്രമല്ല, നേരത്തെ ഈ വിഷയത്തിൽ വളരെ ശക്തിയോടെ നിലപാടെടുത്ത് വന്ന യുവ നടന്മാരും രംഗത്തില്ല. അവരോടും ചോദിച്ചു എന്നാണ് പറയുന്നത്, ഞങ്ങളുമില്ല. ഈ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് വഴിയിൽ നിന്ന് ഗോഗ്വ വിളിക്കുന്നത് പോലെയല്ല, കുറച്ചുകൂടെ ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ടതാണ്. വിമർശിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ സംഘടനയെ കെട്ടുറപ്പോടെ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു ബാധ്യതയും കൂടെ ഉണ്ട്. അവരുമില്ല. അങ്ങനെ എല്ലാവരും കൈയൊഴിഞ്ഞ് അവസാനം 2 സ്ത്രീകൾ വളരെ ധൈര്യത്തോടെ ഞങ്ങൾ മത്സരിക്കാമെന്ന് പറയുമ്പോൾ വേറൊരു വശത്ത് നിന്ന് അതിനെതിരെ ഇത്തരം വളരെ മോശമായ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. ചുരുക്കത്തിൽ സംഭവിക്കാൻ പോകുന്നത്, തെരഞ്ഞെടുപ്പ് നടക്കും, കുക്കു പരമേശ്വരനും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ശ്വേത മേനോനും മത്സരത്തിൽ ജയിക്കും. പക്ഷേ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട നടന്മാരെല്ലാവരും ഈ സംഘടനയെ കൈയൊഴിയും. ഇപ്പോഴേ കൈയൊഴിഞ്ഞ് കഴിഞ്ഞു. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി മേലാൽ സ്ത്രീകൾക്കെതിരെ ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറയരുത്, അതിനുള്ള ശിക്ഷയാണ് ഞങ്ങൾ തരുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ബാക്കി എല്ലാവരും തെരഞ്ഞെടുപ്പിന് മത്സരിക്കാതിരുന്നതിലൂടെ, ഈ വിഷയത്തിൽ മാറുന്നതിലൂടെ
സ്ത്രീകൾക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ച അണിയറിൽ നിന്ന് ആളുകൾ കളിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാതിരുന്നതിലൂടെ അവരെല്ലാം ചെയ്തു വെച്ച കാര്യം അത് വളരെ ഗൗരവമുള്ളതാണ്. ഞാൻ ഈ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട നടിമാരെ ഞാൻ വിടുന്നു. നടന്മാർക്ക് ഒരു ഉത്തരവാദിത്വം കൊണ്ടുണ്ടായിരുന്നു. ഇനി സ്ത്രീകളെല്ലാം അയക്കുമോ എന്ന് പറഞ്ഞാൽ അതൊരു സ്ത്രീ സംവരണമാണെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നുള്ളതിൻ്റെ മലയാളമാണത്. ദാറ്റ്സ് മൈ ടേക്ക്. Meet the editors.